ഇന്നിപ്പോൾ മെജോറിറ്റി ആൾക്കാരും ഒരു പ്രശ്നം വരുമ്പോഴാണ് വാസ്തു എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പം അത് ആക്ച്വലി അത് ഈ സമയത്തിൻ്റെ ഇതുകൊണ്ടാണോ അതോ നമ്മൾക്ക് മറ്റേ ആദ്യമേ എന്തുകൊണ്ട് ഇതിനൊരു സൊല്യൂഷൻ നോക്കാണ്ട് ചെയ്യുന്നത്? മെജോറിറ്റി എല്ലാവരും ഇപ്പോൾ ഫ്ലാറ്റ്സ് ആണ്, വീടുകൾ വളരെ കുറവാണ് ആൾക്കാർ വെക്കുന്നത്. ഒന്നാ എഫേർട്ടിനുള്ള മാൻ പവറോ അല്ലെങ്കിൽ നമ്മൾ പോയി നിൽക്കാനുള്ള ഒരു റിസോഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഒരു ഫ്ലാറ്റ് ആകുമ്പോൾ മിക്കവാറും രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെയാണ്. അതെ, എൻക്ലോസ്ഡ് എൻവയറമെന്റ് ആയി. പിന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ ഇത്ര വാതിലടച്ചോ അതടച്ചോ നോക്കണ്ട, ഒരു വാതിൽ മാത്രം മതി, ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കുറച്ചും കൂടെ കൺവീനിയൻസ് ആയി എല്ലാവർക്കും. ഈ വാസ്തു പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പല ഘടകങ്ങളുണ്ട് അല്ലേ? നമ്മുടെ ജാതകത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതെ, അതൊരു ഇപ്പം എല്ലാത്തിനും ഒരു വിശ്വാസം എന്ന് പറഞ്ഞൊരു സാധനം വേണം. അല്ലാണ്ട് പലരും ജാതകത്തിൽ നല്ല സമയത്ത് നോക്കി വീട് വെച്ചാലും ചിലപ്പോൾ കയറിക്കൂട്ടണമെന്നില്ല. അത് അവൻ്റെ ജാതകമാണ്, ദോഷമാണ്. ഇപ്പോൾ ഞാൻ ഏതെങ്കിലും പത്രത്തിൽ നോക്കി എൻ്റെ വാരാന്ത്യഫലം നോക്കിക്കഴിഞ്ഞാൽ ദിവസവും വിദേശയാത്രയായിരിക്കും. ശരിയല്ലേ? അല്ലെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭാര്യയായിട്ട് ദിവസം അടി, അല്ലെങ്കിൽ വീട്ടിൽ കലഹങ്ങളില്ലാത്ത, അതൊക്കെ അവൻ്റെ ഒരു നാളിനെ മാത്രം വെച്ചിട്ടാണ്. ജനറൽ റൂളാണ്. ആ ജനറൽ റൂളിൽ മാത്രം വീടിൻ്റെ പ്രശ്നങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും ഏറ്റെടുക്കാൻ പറ്റില്ല. ഈ ജനറൽ റൂളിൽ അംശവും നമ്മുടെ ജാതകവും കൂടി എല്ലാം കൂടി ചേർന്നാലാണ് നമുക്ക് ചേരുള്ളൂ. അതിനെ ഒരു പെർട്ടിക്കുലർ വീടിൻ്റെ ദോഷമാണ്. നമ്മൾ 10-15 ലക്ഷം രൂപയോ 20 ലക്ഷം രൂപ, ഇപ്പോൾ ഹിന്ദി പറയില്ലേ, നമ്മുടെ മെഹനത്ത് എന്ന് പറയില്ലേ, ഈ മെഹനത്ത് കഷ്ടപ്പെട്ടു ഹാർഡ് ഏൺ മണി, അതുണ്ടാക്കി ഒരു സുപ്രഭാതത്തിലെ വീടിൻ്റെ ദോഷമെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ വീടിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള കാറ്റ്, കൃത്യമായിട്ടുള്ള വെളിച്ചം വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലിരുന്ന് നമുക്ക് സുഖമായിട്ട് വർക്ക് ചെയ്യാം ഇല്ലേ? സുഖമായിട്ട് കിടക്കാം. 7-8 മണിക്കൂർ സുഖമായിട്ട് കിടന്നുറങ്ങാം. അതൊക്കെ എന്താ? അതാ വീടിൻ്റെ ഒരു ബന്ധമാണ്. ഇവൻ്റെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ജാതകദോഷമായിരിക്കാം. അതിലേറ്റവും പ്രധാനമാണ്, ജാതകദോഷത്തിൽ ഏറ്റവും ആവശ്യമാണ് മൂലകുടുംബത്തിലുള്ള നമ്മൾ പോയി തൊഴൽ. കുടുംബക്ഷേത്രം ആർക്കും അറിയാത്തവർ പോലും ഉണ്ട്. ഇതെല്ലാം കൂടി അവൻ്റെ ജീവിതത്തിൽ വരുമ്പോഴാണ്, അല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ വീടിനെ ദോഷം അല്ലെങ്കിൽ എൻ്റെ ഒരിക്കലും ജാതകം ഇന്ന് നമ്മൾക്ക് സിക്സാഗാണ് നമ്മുടെ ലൈഫ്. എപ്പോഴും സുഖം എപ്പോഴും ദുഃഖം ഒരിക്കലും ഉണ്ടാവില്ല. അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അതിനാണ് സിക്സാഗ്. ഇങ്ങനെ നമ്മുടെ ചെടിച്ചട്ടി വെക്കാൻ പറ്റും നമ്മൾ. ശരിയല്ലേ? ഒരു താഴ്ച ഉണ്ടാവും, ഒരു ഉയർച്ച ഉണ്ടാവും. കാരണവന്മാരത് ഡിഫൈൻ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ എപ്പോഴും നോക്കിക്കോളും. പിന്നൊരു കാര്യം, എപ്പോഴും നമ്മൾക്ക് നമ്മുടെ കയ്യിൽ പൈസ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, വർക്ക് ചെയ്യാണ്ട് നമുക്കൊന്നൊരു ഇല്ല, അവനെ ഒട്ടും പറ്റില്ല. പിന്നെ പലതും നമ്മുടെ ജാതകം, ഒന്ന് നമ്മൾ ഇപ്പോൾ ഒരു കുട്ടിക്കൊരു അസുഖം ഉണ്ടെങ്കിൽ അതിൻ്റെ പഴയ നമ്മുടെ കാരണവന്മാരുടെ അല്ലെങ്കിൽ കാരണവന്മാരെ നല്ലോണം ഇതാക്കാത്തതിൻ്റെ പലതും ഉണ്ട് അതിൽ. അല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ ഇതിൽ നമുക്ക് പിന്നെ ഒരിക്കലും ഒരു ദൈവവും അല്ലെങ്കിൽ ഒരു അച്ഛനും ഒരു അമ്മയും നീ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് അവൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. ഒരിക്കലും ചെയ്യില്ല. അതെ, ഇല്ലേ? എപ്പോഴും നീ നന്നായി, എപ്പോഴും അത് തന്നെയുണ്ട്. എവിടെയാണെങ്കിലും നന്നായി സമാധാനത്തോടെ ഇരിക്കട്ടെ. സമാധാനം എന്ന് പറഞ്ഞാൽ ഹാർമോണിയസ്. അതിന് നമ്മൾ വീടൊരു ഘടകമാണ്. ആ വീടിൻ്റെ ഉള്ളിൽ ക്രോസ് വെന്റിലേഷൻ ആയിട്ടുള്ള, അപ്പോഴും ഞാൻ പറയണത് എന്താ, ക്രോസ് വെന്റിലേഷൻ, ജനാലകളുടെ ഘടന, അല്ലെങ്കിൽ ആ വീടിൻ്റെ കൃത്യമായിട്ടുള്ള, ഇപ്പം എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ പറയില്ലേ വടക്കോട്ടോ കിഴക്കോട്ടോ ചായ്വ് വേണം, സൂര്യൻ്റെ പ്രകാശം, എല്ലാം നമുക്ക് അതിൽ ഘടകമാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഫ്ലാറ്റ്സ് തന്നെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രോപ്പർ ഡിറക്ഷൻസിലായിരിക്കും, ചിലത് ഇത്തിരി സ്ലാൻറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ദോഷം വരും. ഇപ്പോൾ നമ്മളിപ്പോൾ വാസ്തുവിൽ ഏറ്റവും ആദ്യം പറയണത്, ഇപ്പോൾ ഒരു വീട് പോയിട്ട് അല്ലെങ്കിൽ സ്ഥലം ആരെ കൊണ്ടെങ്കിലും നോക്കിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും പറയുക കഴിയുന്നതും 90 ഡിഗ്രി ആയിട്ടുള്ള ഒരു പ്ലോട്ട് വേണമെന്ന് പറയും.
എവിടേക്കെങ്കിലും ചെരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഒരു ദോഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മറുചോദ്യമുണ്ട്, ഇതെല്ലാം നോക്കിയിട്ടാണ് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ദോഷം ഉണ്ടാവാം. ആരും ഇപ്പോൾ ഒരു ഓപ്പണായിട്ട് പറയാത്ത കാരണം നമുക്ക് അതിൻ്റേതായിട്ടുള്ള അതെ അതെ അതെ. അപ്പോൾ ഫ്ലാറ്റ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുക, കിഴക്ക് വശത്തോ വടക്ക് വശത്തോ എടുക്കാൻ പറയില്ല, കഴിയുന്നതും പടിഞ്ഞാറ് വശമോ തെക്ക് വശമോ എടുക്കാൻ. അതെ അതെ. അപ്പം ഈ നമ്മളീ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ കൂടുതലും ഫ്ലാറ്റ്സിൽ ആൾക്കാർ റിലൈ ചെയ്യുന്നതുകൊണ്ട് ചോദിക്കാം, നമ്മൾ ചില സാധനങ്ങളൊക്കെ പറയുന്നത് മാർക്കറ്റ് ചെയ്യുമ്പോൾ അവർ പറയാറുണ്ടല്ലോ 100% വാസ്തു പ്രകാരമാണ് ചെയ്തിരിക്കുന്നതെന്ന്. പക്ഷെ നമ്മൾ താമസിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെയൊക്കെ പരിചയത്തിൽ 1-2 പേര് അങ്ങനത്തെ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞിട്ടും അവർക്ക് കുറേ ഇഷ്യൂസ് ഉണ്ടായി. ഈ വാസ്തു കൺസൾട്ടൻസിനെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ അവർ പറയുന്നത് ഡയറക്ഷൻസ്, ചരിവ്, പിന്നെ ഈ പറഞ്ഞ പോലെ ബാത്റൂം, ഇതൊക്കെ കാരണം കുറേ പ്രശ്നങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനൊന്നും സൊല്യൂഷൻസ് നമുക്ക് ഫ്ലാറ്റിൽ പറ്റില്ല. അവിടെയാണ് ഞാൻ പറയുന്ന, ഞാനാണെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴും തെക്ക് വശമോ പടിഞ്ഞാറ് വശമോ എടുക്കാനേ പറയുള്ളൂ. വടക്കും ഇപ്പോൾ നോക്കിക്കോളൂ, അശോക് തന്നെ നോക്കിക്കോളൂ. ഇപ്പം നിങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഫ്ലാറ്റിൽ തന്നെ വടക്ക് വശവും കിഴക്ക് വശത്തിനെക്കാട്ടിലും കൂടുതൽ സുഖമായിരിക്കും തെക്കും പടിഞ്ഞാറ്. അപ്പോൾ ക്ലിയർ ആയില്ലേ ആൻസർ? ഡെഫിനറ്റ് ആണ്. അതെ അതെ. ആ വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ക്ലൈമാറ്റിക്, 100% ഷുവർ. അതിൽ കുറേ കണക്കുകളും അതിൻ്റേതായിട്ടുള്ള ഇതും വരുമ്പോൾ ഇതിലേക്ക് മാറിയത്. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ജനറലൈസ്ഡ് ആയിട്ടൊരു ഒരു 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 സൊല്യൂഷനിങ് അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആയിട്ടൊരു ടിപ്പ് പറയുകയാണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഇതിനകത്ത് ഈ ചില ആൾക്കാർ പറയില്ലേ, ഇന്ന സാധനങ്ങൾ വെക്കുക, ഇന്ന പിക്ചർ വെക്കുക, ഇങ്ങനത്തെ ഫ്ലാറ്റുകളിൽ ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ സൊല്യൂഷൻ. നമ്മുടെ കണ്ടീഷൻ മാറുമോ? അതാ ഞാൻ ചോദിക്കുന്നത്. മാറുന്നില്ല, ഒരിക്കലും മാറില്ല. ഇത് ബിലീഫ് ഇത് വാസ്തുവിൻ്റെ ആണോ അതോ ഈ പറഞ്ഞ പോലെ അഡോപ്റ്റഡ് ആയിട്ടുള്ള ഫെൻഷുയി അങ്ങനത്തെ നമ്മൾ കിടക്കണ്ട ടിപ്സ് ആണോ? അതൊക്കെ അവരുടെ ഓരോ ഇത്. ഇപ്പം ലാഫിംഗ് ബുദ്ധ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചിലപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ അത് ചിലപ്പോൾ ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ പൂജാമുറിയിൽ ഇപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ പൂജാമുറിയിൽ പോയിട്ട് ഒന്ന് തൊഴുതിട്ട് നമ്മൾ ഇറങ്ങും ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിൽ കൂടെയാണ് നമ്മുടെ കുടുംബക്ഷേത്രം, ഒന്ന് തൊഴുത് നന്നായി വരട്ടെ, അതിൻ്റെ ഒരു ഫലമായിരിക്കാം. അതുകൊണ്ട് എത്ര കണ്ട് നമ്മുടെ അതിൻ്റെ ജീവിതത്തിൽ വരും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ എത്ര കണ്ട് അത് അഡോപ്റ്റ് ചെയ്യുന്ന എനിക്ക് പറയാൻ അറിയില്ല. ഒരു ഫോട്ടോ വെച്ചോണ്ടോ, ഇപ്പം ഞാൻ പറയും എപ്പോഴും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കഴിയുന്നതും ഒരു റെഡ് കളറ് ഇല്ലാണ്ടിരിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഒരു ഭയങ്കര കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതായിട്ടുള്ള ഒരു ക്രിയേച്ചർ വർക്ക്, ശരിയല്ലേ? തോന്നിയിട്ടില്ലേ? ഒരു മനസ്സ് നമ്മൾക്കൊരു ഒരു ഒരു ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ടിലത്തെ വാതിൽ കയറി വരുമ്പോൾ തന്നെ ഒരു ഭയാനകമായിട്ടുള്ളതാണെങ്കിൽ തന്നെ ഒരു അതൊക്കെ ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ഒരു സാധനത്തിന് എനർജിക്ക് ഒരു ലെവൽ വ്യത്യാസം വരിക. ഈ ഡാർക്കർ ടോൺസ്, റെഡ്, നമ്മളെ ഒരു വല്ലപ്പോഴും പെട്ടെന്ന് പോയി ഇരുന്നൊന്ന് 5 മിനിറ്റ് കഴിയുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ അവിടെ ഒരു താമസിക്കുമ്പോൾ ആ ഒരു എനർജി. എൻ്റെ വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം പെയിൻ്റ് അടിച്ചു, കുട്ടികൾക്ക് നിർബന്ധം ഫ്രണ്ടിൽ 2 ഫോളിൽ കംപ്ലീറ്റ് ആയിട്ട് റെഡ് കളർ. അതും ജനം പുറത്തുനിന്ന് വരുന്ന നേരെ കാണുന്നത് റെഡ് കളറാണ്. എനിക്കൊട്ടും ഇഷ്ടമായില്ല, പക്ഷെ അത് കുട്ടികളുടെ ഇഷ്ടമുള്ള കാരണം ഞാനത് സമ്മതിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതായിരുന്നു ചോദിക്കുന്നത്. ചിലവർ പറയും എനിക്ക് ഫുൾ ബ്ലാക്ക് വേണം എന്ന് പറയും റൂം. പക്ഷെ അതിൻ്റെ ഇപ്പോൾ നമ്മൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ വൈറ്റും റെഡും അല്ലെങ്കിൽ ബ്ലാക്കും ആകുമ്പോൾ ഭയങ്കര റിഫ്ലക്ഷൻ, ഭയങ്കര വ്യത്യാസമാണ്. അതെ അതെ. മനസ്സ് ഈ മനസ്സെന്ന് പറയുന്ന സാധനത്തിനെയാണ് നമ്മൾക്ക് പിടിച്ചാൽ കിട്ടാത്തത്. ചില സമയത്ത് മനസ്സാണ് പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കണതും ശുണ്ഠി ഉണ്ടാക്കണതും അല്ലെങ്കിൽ ഒരു നാടൻ കലിപ്പ ഉണ്ടാക്കുന്നതും എല്ലാം അതാണ് അല്ലേ? ഇപ്പം നമ്മൾ ഒരു ഇരുട്ടുമുറിയാണല്ലോ ബ്ലാക്ക് എന്ന് പറയുന്ന സംഭവം. ഈ ഇരുട്ടുമുറിയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മുടെ മനസ്സും അതിനനുസരിച്ചിട്ട് മാറും. അപ്പോൾ അവിടെ മണിക്കൂർ അവിടെ തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ ഒരു ജനാല അങ്ങോട്ട് തുറന്നു എന്ന് വിചാരിക്കുക, എന്തായി? മാറിയില്ലേ? കംപ്ലീറ്റ്. അവിടെ ജനാല തുറക്കില്ല, ഡെഡ് എൻഡാണെന്ന്. ഒന്ന് സഫക്കേഷൻ ഭയങ്കരം. അതനുസരിച്ച് നമ്മുടെ മൈൻഡ് സെറ്റും മാറും. അതല്ലേ ഈ ചന്ദ്രൻ നമ്മളെ ശരിക്കും ബലം ഉണ്ടാക്കുന്നുണ്ട്, മനസ്സിന്റെ കാരകങ്ങളാണല്ലോ പറയണത്. അതിതുകൊണ്ട് തന്നെയാണ്
എന്താ ഇപ്പോൾ സൂര്യനെ നമ്മൾ കുറേ നേരം നോക്കി, ചന്ദ്രനെ കുറേ നേരം നോക്കി, രണ്ടും തമ്മിൽ വ്യത്യാസമല്ലേ? നോക്കാൻ പറ്റുമോ? രാത്രി 12 മണിക്ക് പൂർണ്ണ നിലാവുള്ളൊരു സമയത്തും ഉച്ചയ്ക്ക് 12 മണിക്കും എല്ലാം മനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതെ അതെ, അത് ഭയങ്കരമാണ്. നമ്മൾ ഈ വാസ്തു എന്ന് പറഞ്ഞാൽ വാസ്തുവിൻ്റെ ഒരു ഡയറക്ഷൻ മാത്രം എടുത്താൽ പോരാ, അതിൽ പല പല ഘടകങ്ങൾ അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യല്ലേ. വീടിൻ്റെ ഉള്ളിലത്തെ ഘടന, പുറത്തെ ഘടന, അതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം കയറി വരിക, അതിൽ ഇത് വരിക, പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും പെരുമാറ്റം തന്നെ വ്യത്യാസം വരില്ലേ? അതെ അതെ, അതാ ഇപ്പോൾ ഒരു വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും വേണമെച്ചാൽ നമ്മളെല്ലാവരും മനസ്സിലിരുത്തി ഒരു മണിക്കൂറെങ്കിലും സംസാരിച്ച് നമ്മളിതാവുമ്പോൾ തന്നെയാണ് വീട് സ്വർഗമായിട്ട് മാറുള്ളൂ. അതൊരു ചെറിയ ഘടകമാണ് വാസ്തു. അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണക്ക്, അല്ലെങ്കിൽ പ്രപ്പോർഷൻ, അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന ചേഞ്ചസ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഫ്ലാറ്റ് തന്നെ നമ്മൾ വാങ്ങിപ്പോയി, നമുക്കത് മാറ്റാൻ വേറെ വഴിയില്ല. അങ്ങനെയുള്ള വീടുകളിൽ, അങ്ങനെയുള്ള ഫ്ലാറ്റ്സിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്ത് അവിടെ ഇത്തിരി ഒന്ന് ജീവിക്കാനുള്ള രീതിയാക്കാൻ പറ്റുമോ? കാറ്റും വെളിച്ചവും വരുത്തുക, അതൊരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. അല്ലാണ്ട് എന്താ പറയുക? അല്ല, വേറെ ഒന്നുമില്ലല്ലോ. നമ്മൾ തന്നെ ഈ എപ്പോഴും നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? നമ്മൾ ഒരാൾ ഇപ്പോൾ അശോക് എന്നോട് ഈ കാര്യം പറഞ്ഞു, എനിക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ അവിടെ ചെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടാലേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ പടിഞ്ഞാറ് വശത്ത് അല്ലെങ്കിൽ തെക്ക് വശത്തുള്ള ഒരു ഫ്ലാറ്റും കിഴക്കും വടക്കുള്ള ഫ്ലാറ്റിലും കയറി കഴിഞ്ഞാൽ രണ്ടും രണ്ട് അനുഭവമാണ്. പിന്നെ പുതിയ രീതിയിൽ AC വെക്കുക, ഫാൻ വെക്കുക, അല്ലെങ്കിൽ LED ലൈറ്റ് വെക്കുക, അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ലൈറ്റ് പോയി കഴിഞ്ഞാൽ എന്താ പറ്റുക പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അതുകൊണ്ടൊരു കംപ്ലീറ്റ് ഒരു സൊല്യൂഷൻ ആവുന്നില്ല, ഒരു ടെമ്പററി ഒരു ഗിമിക്ക് എന്ന് മാത്രമേ ആവുള്ളൂ. എനിക്ക് എൻ്റെ നോട്ടത്തിൽ ഇതേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ആരെങ്കിലും ഇതുണ്ടോ എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു നോട്ടത്തിൽ ഇത് മാത്രമേ എനിക്കൊരു സൊല്യൂഷനായിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കഴിയുന്നതും ഇത് വരുമ്പോൾ ഇന്ന കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധ. ഞാൻ ഈ സൗത്ത് വെസ്റ്റ് ബാത്റൂം വരുന്ന വീടുകൾ കണ്ടിട്ടുണ്ട്, വീടല്ല ഫ്ലാറ്റ്സ്. എന്തുകൊണ്ടാണ് കണ്ടിട്ടുണ്ട്? അത് അശോക് തന്നെ ആലോചിക്കൂ. സൗത്ത് വെസ്റ്റ് വരാൻ പാടില്ലല്ലോ. എന്തുകൊണ്ടാ പാടില്ല എന്ന് പറയുന്നത്? ഇതിന്റെ ഡയറക്ഷൻ ഒബ്വിയസ്ലി സൗത്ത് വെസ്റ്റിൽ ബെഡ്റൂമിൽ വരുന്നുണ്ട്. മറ്റേ ബെഡ്റൂം എന്ന് നമ്മൾ എവിടെയും പറയില്ല കേട്ടോ. കിടപ്പ് മുറി എന്ന് നമ്മൾ ശാസ്ത്രത്തിൽ മുറി എന്ന് മാത്രമേ പറയുള്ളൂ. നമ്മളാണ് ബെഡ്റൂം ആക്കിയത്. നമ്മളാണ് ഓരോ മുറിക്കും പേരിട്ടത്. ബെഡ്റൂം എന്ന് പറഞ്ഞാൽ കിടക്കാനുള്ള സ്ഥലം, നമ്മളതിന് മുറിയെന്നേ പറയുള്ളൂ ശാസ്ത്രത്തിൽ. കിടപ്പുമുറി, ഇപ്പോൾ ടോയ്ലറ്റ്, അതിനൊരു കണക്കുണ്ട് ഇല്ലേ? അതിന് ആ കണക്കെന്ന് പറയുന്നത് ടോയ്ലറ്റിന് ഇങ്ങനത്തെ കണക്ക് അങ്ങനെ പറയില്ലല്ലോ. ഇല്ല ഇല്ല, മുറിന്നേ പറയുള്ളൂ. ഈ മുറി പറഞ്ഞാൽ എന്താ? 4 ചുമരുകളാ ചുറ്റപ്പെട്ട സ്ഥലം മുറി അല്ലേ? അല്ലെങ്കിൽ സ്പേസ് എൻക്ലോസ്ഡ് ബൈ 4 walls. അതിന് മാത്രമാണ് കണക്ക്. അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറേ മൂലയെന്ന്, ഇപ്പോൾ കേരളത്തിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തെക്ക് പടിഞ്ഞാറേ മൂലയെന്നാണ് കാറ്റ് അല്ലേ ഏറ്റവും കൂടുതൽ. അവിടെ അങ്ങോട്ട് ക്രോസ് ആയിട്ട് ടോയ്ലറ്റ് വന്നു എന്ന് വിചാരിക്കാം. എന്തായി? ആ ബെഡ്റൂമിന് ഒറ്റ ജനാലയാണ്, വാതിലും അടച്ചു. ഇപ്പോൾ നമ്മൾ അടയ്ക്കുമല്ലോ ബെഡ്റൂം ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ എന്തായി? ക്രോസ് വെന്റിലേഷൻ, ചൂട് കൂടിയ കാറ്റ്. ഈ സാധനം പുറത്തേക്ക് പോകണം വേണ്ടേ? ചൂട് എപ്പോഴും നമ്മൾ കാറ്റെന്ന് പറയുന്ന സാധനം എപ്പോഴും മർദ്ദം കൂടും. ചൂട് അങ്ങോട്ട് മുകളിലേക്ക് പോയാൽ എന്തായി? അതിനെ പുറത്തുനിന്ന് വരുന്ന കാറ്റിനെ ഉള്ളിലേക്ക് വരുത്താൻ എന്തായി? എവിടെയെങ്കിലും ഉണ്ടോ സ്ഥലം? അത് മാത്രമേ ഉള്ളൂ. അതിനാണ് ഞാൻ പറഞ്ഞ ബെഡ്റൂമിന് എപ്പോഴും ക്രോസ് വെന്റിലേഷൻ. ഇപ്പോൾ പുതിയ ഏർപ്പാടെന്താ? ക്രോസ് വെന്റിലേഷന് പകരം നമ്മൾ ഈ കിടക്കുന്ന ബെഡിൻ്റെ 2 ഭാഗത്ത് അതായാലും മതി, വിരോധമില്ല. ഇപ്പം നമ്മൾ രാത്രി കിടക്കുമ്പോൾ ജനാല തുറന്നിടാൻ പേടിയാന്ന് വിചാരിക്കുക. നമ്മളത് എന്താ ഇപ്പോൾ പാമ്പോ ചേമ്പോ ഉള്ളിലേക്ക് കയറുന്നുള്ള രീതിയിൽ അതിൽ നെറ്റ് ഇട്ടോളൂ, എന്നിട്ട് തുറന്നിടാം. അതെ, AC വേണ്ട, ഒന്നും വേണ്ട. സത്യമാണ്, ശരിയല്ലേ? അതെ, അത് തന്നെ വാസ്തു. ഈ അടച്ചിട്ട മുറിയിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഭയങ്കര വിഷമമാണ്. അല്ല, ഇപ്പം നമ്മളൊരു ഒരാഴ്ച ടൂറൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട് അടച്ചിട്ട വീട്ടിൽ കയറുമ്പോൾ അതാണ് പറയേ, ഈ വീടുകൾ അടച്ചതിടാൻ പാടില്ല എന്ന് പറയും. നമ്മൾ വന്ന ഉടനെ ആദ്യം ചെയ്യുന്നതേ തുറന്നിടും. വാതിൽ അടച്ചാലും ജനാല നമ്മൾ തുറക്കും.
ഇത് കയറുമ്പോൾ തന്നെ ഒരു വ്യത്യാസം വ്യത്യാസം വരികയാണ്. അതാണ് ഈ സൗത്ത് വെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അതിൽ ലോജിക്കായിട്ട് അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ. അപ്പം എന്തായി, നമ്മുടെ അവിടെ ഒരു സാധനം വന്നു, അവിടെ ചൂടുള്ള കാറ്റ് വന്നു, പിന്നെ എവിടെയാണ് നമ്മൾ പിടിക്കുക, എവിടെയാണ് നമ്മൾ റേസ് ആവുക, ബ്ലഡ് റേസ് ആവുക. അപ്പം എന്തായി, ആകപ്പാട സുഖല്യാൻ്റെ ബ്ലഡ് നമ്മുടെ ഇതിൽ എത്ര 6 ലിറ്ററോ എത്ര, ഇപ്പോൾ 6 ലിറ്റർ അല്ലേ, 6 ലിറ്റർ വെള്ളവും ഇതാണല്ലോ, വെള്ളം എന്ന് പറഞ്ഞാൽ ബ്ലഡും ഇത്. അപ്പം എന്തായി, അത് നമ്മുടെ പല പല ബുദ്ധിമുട്ടുള്ള ഇതായിട്ട് മാറും. അത് തന്നെ സഫോക്കേഷൻ. അതിൻ്റെ അളവ് കുറയും തോറും കൂടുതലും ആ ഒരു പ്രഷർ പറയണത് എന്താ, ബ്ലഡ് പ്രഷർ എന്നാണല്ലോ പറയണത്, കൂടും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അസുഖങ്ങൾ വരും. അപ്പോൾ അത് കൊളസ്ട്രോൾ ആയിട്ട് മാറും. 72% വാട്ടർ കണ്ടന്റ്. വാട്ടർ കണ്ടന്റ് ആണല്ലോ. വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ കണ്ടന്റ് ആണല്ലോ. അതിൽ തന്നെ ഓക്സിജൻ ലെവൽ കുറച്ച് വന്നു, അങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇതെല്ലാം നമുക്ക് അതിൽ ഒരു ഘടകമാണ്. ഇപ്പോൾ ഈ അടച്ചിട്ട മുറിയിൽ നമ്മൾ കൂടുതൽ ദൂരം ഇപ്പോൾ AC കിടന്നാൽ തന്നെ റീഹൈഡ്രേഷൻ വരില്ലേ, വെള്ളം കുടിക്കാണ്ടിരുന്നതിന്. കാര്യം ഈ വെള്ളത്തിനെ വലിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂർക്ക് 10 മണിക്കൂർ എടുത്ത് യാത്ര ചെയ്തു. നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? സത്യമാണ്. തലവേദന എല്ലാം വരും. യാത്ര തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു മൈൽഡ് തലവേദന തുടങ്ങും. അതൊക്കെ ഇതെല്ലാം നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ ഈ വാസ്തു അല്ലെങ്കിൽ ഈ ശാസ്ത്രങ്ങൾ മുഴുവൻ നമ്മളെ പഠിച്ച് അന്നത്തെ ഡോക്ടർമാർ അതിനെ പല രീതിയിൽ പേരിട്ടു. ശരിയല്ലേ? അല്ലാന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഒന്ന് ആലോചിച്ചു. അല്ല, അത് ശരിക്കും ആലോചിച്ചാൽ വളരെ സിമ്പിളാണ്. അതിനെ വലിയ ഒരു ഭൂകമ്പാക്കിയിട്ട് മാറ്റി അത് പ്രശസ്തിക്കോ പണത്തിനോ എന്ത് വേണമെങ്കിലും ആവാം. റോക്കറ്റ് സയൻസ് ആണ് ആക്കുമ്പോഴാണ് പ്രശ്നം. നമ്മൾ ആ എന്താന്ന് പറയുക, ആ വ്യൂ പോയിന്റ് നമ്മൾക്ക് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ വന്നില്ലെങ്കിൽ, ജനാല വെച്ചില്ലെങ്കിൽ ഇതാണ് പ്രശ്നം. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വടക്കിഴക്കേ മൂലയിൽ അടുക്കള വെക്കുന്നത്, അല്ലെങ്കിൽ മൂലകളിൽ എന്തുകൊണ്ട് നമ്മൾ റൂംസും ഇതെല്ലാം വന്നു, അല്ലെങ്കിൽ അടുക്കള നമ്മൾ എന്തുകൊണ്ട് റൂംസ് അവിടെ വന്നു, അതെല്ലാത്തിനും നമ്മൾ വാസ്തുവിൽ അല്ലെങ്കിൽ ഈ ശാസ്ത്രത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കും. വടക്കിഴക്കേ മൂലയിൽ വന്നാൽ എന്തായി, പിന്നുന്നാണ് കാറ്റ്, അപ്പോൾ എരിവോ പുരിയോ പുറത്തേക്ക് പോകും. ശരി. പിന്നെ എന്തുകൊണ്ടാണ് വടക്കോട്ടോ കിഴക്കോട്ടോ നമ്മൾ തീ കത്തിക്കുന്നത്, പുറത്തുനിന്നാണ് കാറ്റ്, പുറത്തേക്ക് പോവും, അല്ലെങ്കിൽ ചിമ്മിനി കൂടെ പുറത്തേക്ക് പോവും. ഒന്നും നമ്മുടെ മുഖത്തേക്ക് അടിക്കില്ല, നമ്മുടെ അകത്തേക്ക് വരുന്നില്ല. അതായത് ശരിയല്ലേ? അതെ. അപ്പം എന്തായി, നമ്മൾ ഇപ്പോൾ പലരും പറയും തെക്കോട്ട് പാടില്ല, തെക്കോട്ട് എത്തി. എന്താ, കാറ്റ് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഇന്ന് കടുക് വറക്കുമ്പോൾ തുമ്മാൻ തുടങ്ങുന്നത്. ശരിയല്ലേ? എല്ലാം നമ്മൾ ഓരോന്നിനും നമ്മൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അത്ഭുതം തോന്നും നമ്മൾ. സത്യമാണ്. ഇത്രയും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തൊരു സാധനത്തിനെ. അതെ. അപ്പം എനിക്കൊക്കെ ചില സമയത്ത് നമ്മൾ ഒരു പ്രോബ്ലം സോൾവിങ് കൊടുത്ത് അവരുടെ ഒരു അഭിപ്രായം കേൾക്കുമ്പോൾ, അന്ന് സാറ് പറഞ്ഞ് കറക്റ്റാണെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഈ ശാസ്ത്രം എനിക്കല്ല ഇത് പറയണത്, ആ ശാസ്ത്രം അന്നുണ്ടാക്കിയ കാരണവന്മാർ ഇത്രയും കൂടി മൈന്യൂട്ട് തിങ്സ് അത്ര ആലോചിച്ചിട്ട്, അതെല്ലാ ഡയറക്ഷനും ആലോചിച്ചിട്ടാണ് അവരൊരു സൊല്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. അതിനെ കടുപ്പത്തിൽ കുറച്ച് കാര്യങ്ങളും എരിവും പുളിയും വെച്ചെന്ന് മാത്രം. എന്താ വെച്ചാൽ ഈ ആന ഒരു വടിയിൽ നിർത്താം, നമ്മൾ പറ്റില്ല. കറക്റ്റ്. എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് അതിൻ്റെ എല്ലാത്തിൻ്റെയും ബട്ട് വൈ എന്നുള്ളൊരു ആൻസറും കൂടെ വേണം. വാസ്തുവിൽ വിശ്വസിക്കണോ? നമുക്ക് ചില കാര്യങ്ങൾ വാസ്തുവിൽ നമ്മൾ ഒരു കാര്യത്തിനെയും 100% വിശ്വസിക്കാൻ പാടില്ല. എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എവിടെയെങ്കിലും അതിൽ നമ്മൾ ഏതാണോ നല്ലത് അതിന് നമ്മൾക്ക് അഡോപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ എടുക്കണം. ക്ലിയർ? ഈ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ചില നമ്മൾ പല ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ വീട് പണിയെല്ലാം ചെയ്ത് കഴിഞ്ഞ് അവർ താമസവും തുടങ്ങി, അതിനകത്ത് എന്തെങ്കിലും എക്സ്റ്റെൻഷൻസും അങ്ങനത്തെ ബാക്കിയുള്ള ചെറിയ ചെറിയ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഉണ്ട്. അപ്പോൾ അവനെപ്പോഴും പറയും, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നോട് പറയണ്ട. ഇത് പറയുമ്പോൾ
എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും ഞാൻ ഇത് കാരണമാണെന്ന് കണക്ട് ചെയ്യും. അപ്പം മനസ്സ് എന്ത് സംഭവിച്ചാലും ഈ പ്രശ്നം കൊണ്ടാണ് ഇന്നിതുണ്ടായത് എന്ന് പറയും. അപ്പം പ്രത്യേകിച്ച് വാസ്തുവിലോ ഇങ്ങനത്തെ ശാസ്ത്രത്തിലോ ഒന്നും വിശ്വാസവും ഇല്ലാത്തവരാണിച്ചാൽ ഇതാണ് അവർ പറയുന്ന ഒരു റീസൺ പറയുന്നത്. അപ്പം അവർ പറയുന്നത് എനിക്ക് കിടന്നാൽ ഉറങ്ങാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇവർ ഈ പറയുന്നത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഈ പറയുന്നത്? സമയത്തുള്ള ഒരു പ്രശസ്തിക്ക് മാത്രമായിട്ട് പറയണതാണ്. ഓക്കെ. വേറൊരു ആൻസർ ഇല്ല. ഇപ്പം ഞാൻ പറയാം, ചില ആൾക്കാർ പറയും ആ വീടിൻ്റെ കണക്കും കൂടി ഒന്ന് നോക്കിക്കോളൂ പറയും. പക്ഷെ അതിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ജ്യോതിഷത്തിൽ മാത്രമേ വിശ്വാസം ഉണ്ടാവുള്ളൂ, വാസ്തുവിൽ വിശ്വാസം ഉണ്ടാവണമെന്നില്ല. കിടന്നുറങ്ങണത് എന്തുകൊണ്ടാണ്? ആ റൂമിൻ്റെ പ്രപ്പോർഷൻ ശരിയാവണം, കാറ്റും വെളിച്ചവും കൃത്യമായിട്ട് കയറുന്നുണ്ട്. പിന്നെന്താ? അതാണോ ഉദ്ദേശിച്ചത്? അതെ 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 അതെ. ഇപ്പോൾ അതിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എടുത്ത വഴിക്ക് ഞാൻ ഇത് മുഴുവൻ കണക്ക് തെറ്റാണ് എന്നുള്ളത് പറയില്ല. ഞാൻ എപ്പോഴും ഒരു ദിക്കിൽ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഹിസ്റ്ററി ആദ്യം ഒന്ന് പരിശോധിക്കുക. 10 വർഷമോ 15 വർഷമോ അന്ന് മുതലുള്ളതാണെങ്കിൽ തീർച്ചയാക്കാം നമ്മുടെ വീടിൻ്റെയും ഒരു ദോഷമുണ്ട് എന്നുള്ളത്. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ ഇന്നലെ തുടങ്ങിയൊരു സാധനമാണെങ്കിൽ വീടിനെ മുഴുവൻ പറയാൻ പറ്റില്ല. നമ്മൾ നോക്കണം, ചെകയണം 10 വർഷം. അല്ലാണ്ട് വെറുതെ വന്നതാ ഈ ഭാഗം ഇടിക്കണ ഈ ഭാഗം, അത് ശരിയല്ല. അതിൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ചില മാനിഫെസ്റ്റോ അല്ലെങ്കിൽ ചില നമ്മുടെ ഡയറക്ഷൻസ് ഉണ്ട്, അത് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. അല്ലാണ്ട് എടുത്ത വഴിക്ക് ആദ്യം തന്നെ ഇത് മുഴുവൻ ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഈ ചില ഭാഗത്ത് അടുക്കള പാടില്ല, ചില ദിക്കിൽ അടുക്കള പാടണം, അല്ലെങ്കിൽ ചില ദിക്കിൽ ബെഡ്റൂം പാടില്ല, ചില ദിക്കിൽ ടോയ്ലറ്റ്, അതെല്ലാം നമ്മളത് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ചോദിച്ചോ സൗത്ത് വെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതുകൊണ്ടാണ് ഈ റീസൺ, ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് അസുഖം വരാനുള്ള ചാൻസസ് കൃത്യമായിട്ട്. ഇപ്പോൾ ഒരു അടച്ചിട്ട റൂമിൽ നമുക്ക് ബ്ലഡ് പ്രഷർ എപ്പോഴും കൂടും. ബ്ലഡ് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ശ്വസിക്കാനും അലർജി ചിലപ്പോൾ കൂടും. അതൊക്കെ എന്തുകൊണ്ടാണ്? ഇത് കൃത്യമായിട്ട് ജനാലയും വാതിലും കൃത്യമായിട്ടല്ലാത്ത കാരണം. പിന്നെ നമ്മൾ എപ്പോഴും ഗൃഹമധ്യസൂത്രം എപ്പോഴും ഓപ്പൺ ആക്കി ഇടും ഇല്ലേ? ഒരു വാതിൽ വെക്കണതും ഒരു ജനാല വെക്കണതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അതായത് ഒരു നല്ലൊരു വാതിലുണ്ടെങ്കിൽ ഒരു 1 മീറ്റർ വീതിയിലുള്ള ഇപ്പോൾ 90ഒക്കെയാണല്ലോ വെക്കുക, ആ 1 മീറ്ററിലാണെങ്കിലും ആ ജനാല ഒരു 45 സെൻറ്റിമീറ്റർ തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. കാറ്റ് ഉള്ളിൽ എപ്പോഴും കാറ്റും വെളിച്ചം ഉള്ളിലേക്ക് കയറിയാൽ ഒരു കുഴപ്പമുണ്ടാവില്ല, സുഖമായിട്ട് കിടന്നുറങ്ങാം.